ആധുനിക ലോകത്തില് ജീവിതത്തില് എല്ലാവരും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് പലവിധ കാര്യങ്ങൾക്കായി. ഈ ലോകത്തിൻ്റെതായ പലതും വെട്ടിപ്പിടിക്കാനുള്ള പരിശ്രമങ്ങളിലാണ് എല്ലാ മനുഷ്യരും. ഇത്തരം ചിന്തകളിലൂടെ, ജീവിതാവസ്ഥകളിലൂടെ ഓരോ മനുഷ്യനും കടന്നു പോകുമ്പോൾ ചില ദൈവവചനങ്ങൾ നമ്മെ ഇരുത്തി ചിന്തിക്കാനും ജീവിതത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരാനും നമ്മെ സഹായിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു വചനം ഇന്നത്തെ സുവിശേഷത്തിലുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറെ മാനസാന്തരപ്പെടുത്തിയ വചനമാണത്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? വളരെ ശക്തവത്തായ ഒരു വചനമാണത്. നമ്മളും ഇരുത്തി ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെയും മാനസാന്തരപ്പെടുത്താൻ ഈ വാചകത്തിന് കഴിവുണ്ട്. കാരണം ലോകത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയാലും വെട്ടിപ്പിടിച്ചാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് പിന്നീട് ഒരു പ്രയോജനവുമില്ല. ലിയോ ടോൾസ്റ്റോയുടെ 6 അടി മണ്ണിൻ്റെ ജന്മി എന്ന കഥ ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഒരു മനുഷ്യൻ രാജാവിൻ്റെ അടുത്ത് ചെന്ന് തനിക്ക് സഹായം ചെയ്യണം, സ്ഥലം വേണം എന്നാവശ്യപ്പെടുന്നു. രാജാവ് അവൻ്റെ ആവശ്യത്തിന് കീഴ്വഴങ്ങി കൊടുക്കുകയാണ്. അവൻ രാവിലെ മുതൽ സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെ നടന്നു തീർക്കുന്ന സ്ഥലം അത്രയും അവന് ദാനമായി, സമ്മാനമായി നൽകാമെന്ന് രാജാവ് പറയുന്നു. ഈ മനുഷ്യൻ തൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ രാവിലെ മുതൽ വിശ്രമമില്ലാതെ നടക്കുകയാണ്. ഇടയ്ക്ക് ഓടുന്നുണ്ട്. കൂടുതൽ സ്ഥലം നടന്നു തീർത്താൽ അത്രയും സ്ഥലം സ്വന്തമാക്കാമല്ലോ. വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ മനുഷ്യൻ ഓടിത്തളർന്ന് രാജാവിൻ്റെ പക്കൽ എത്തിച്ചേരുന്നുണ്ട്. പക്ഷെ അവിടെ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. പിന്നീട് ആ മനുഷ്യന് ഈ രാജാവ് ദാനമായി നൽകുന്നത് അവനെ സംസ്കരിക്കാനുള്ള 6 അടി മണ്ണ് മാത്രമാണ്. അത് മാത്രം മതി. നമ്മളും ഈ ലോകത്തിൽ പല കാര്യങ്ങൾക്കായി നെട്ടോട്ടമോടുമ്പോൾ ഏറ്റവും അവസാനം നമുക്കും അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതും ഈ 6 അടി മണ്ണ് മാത്രമാണ്. ഒന്നും നമുക്ക് മരണശേഷം കൊണ്ടുപോകാനായി സാധിക്കുകയില്ല. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതത്തിലും ഇത്തരം ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ടല്ലോ. അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ടവരെ വിളിച്ചു പറയുകയാണ്, ഈ ലോകം മുഴുവൻ ഞാൻ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഒരുപാട് നേടി. എന്നാൽ എൻ്റെ മരണശേഷം എൻ്റെ ശവപ്പെട്ടിയിൽ എൻ്റെ 2 കൈകളും തുറന്ന് പുറത്തേക്ക് ഇട്ടിരിക്കണം. കാരണം ലോകം മുഴുവൻ കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി ഈ ലോകത്തിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയിട്ടില്ലെന്ന് ഈ ലോകത്തിന് മനസ്സിലാകണം. ഇതെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കണമെന്നാണ്. വലിയ നോമ്പിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന പാപങ്ങളാകാം, പാപ സാഹചര്യങ്ങളാവാം, ചില കൂട്ടുകെട്ടുകളാകാം, ചില ദുശീലങ്ങളാകാം, എന്ത് തന്നെയായാലും അവയെ ഉപേക്ഷിക്കാൻ, അങ്ങനെ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അതുപോലെ തന്നെ ആത്മാവിനെ നേടാൻ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വിലയുള്ള നന്മയുടെ പ്രവർത്തികൾ ചെയ്യാനും നമ്മൾ തയ്യാറാകണം. അങ്ങനെ നന്മയുടെ പ്രവർത്തികൾ ചെയ്ത് പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഒഴിവാക്കി നമ്മുടെ ആത്മാവിനെ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നന്മയിൽ കാത്തു സൂക്ഷിക്കാൻ, പുണ്യത്തിൽ വളരാൻ, ക്രിസ്തുവിൻ്റെ വക്താക്കളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അത് തന്നെയാണ് ഈ നോമ്പിൻ്റെ ചൈതന്യവും.